ഹലോ ഹായ്, ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയിൽ കാണാൻ സാധിക്കുന്ന ഒരു 5 ഗംഭീരമായ ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. ഇതിൽ 3 ചിത്രങ്ങൾ അന്യഭാഷാ ചിത്രങ്ങളും 2 ചിത്രങ്ങൾ മലയാളത്തിൽ തന്നെ റിലീസ് ആയിട്ടുള്ള ക്രൈം ത്രില്ലർ മൂവീസുമാണ്. ഗംഭീരമായ ചിത്രങ്ങൾ തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന 5 ചിത്രങ്ങളും യൂട്യൂബിലാണ് കാണാൻ സാധിക്കുന്നത്. അതിന്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ എന്റെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിൽ പോയി കാണാവുന്നതാണ്. ഈ 5 ചിത്രങ്ങൾ പരിചയപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഇപ്പോൾ തിയേറ്റർ റിലീസായ ഭവി കെയർടേക്കർ എന്നൊരു ചിത്രത്തിന്റെ വിശേഷം കൂടിയുണ്ട്. അത് ഏറ്റവും അവസാനം പറയാം. അപ്പോൾ ഏതൊക്കെയാണ് 5 ക്രൈം ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2021 തെലുങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അക്ഷര. അക്ഷര എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, അക്ഷര എന്ന നമ്മുടെ ഇതിലെ കഥാനായിക ഒരു സ്കൂൾ ടീച്ചറായി ഒരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ആ ടീച്ചറിന്റെ ഒരു പ്രധാന എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കുട്ടികളെയും ഹൈ മാർക്കോട് കൂടി പാസ്സാക്കുക, അങ്ങനെ ഒരു വലിയൊരു വിജയ ശതമാനം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണ് ആ ടീച്ചറിന്റെ എയിം. പക്ഷെ ആ സ്കൂളിൽ നടക്കുന്ന കുറെ പൊളിറ്റിക്സ് അവളെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട 2 പേരെ ഈ ടീച്ചർ കൊല ചെയ്യുകയാണ്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. ആരാണ് ഈ കൊല ചെയ്തത്, എന്തിനാണ് ഈ കൊലകൾ ചെയ്തത് എന്നൊക്കെയുള്ള അന്വേഷണമാണ്. അത് തുടർന്ന് ടീച്ചറിലേക്ക് എത്തുമോ, എന്തിനാണ് ആ ടീച്ചർ ആ കൊല ചെയ്തത് എന്നൊക്കെയുള്ള ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് അക്ഷര എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയി ആ ലിങ്കിൽ കയറി കാണാവുന്നതാണ്. 5 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രം എന്ന് നോക്കാം. ఆల్రెడీ ఇన్వెస్టిగేషన్ చేస్తున్నాం కదా, ఏంటి నడావిడి? 2014 മലയാളത്തിൽ തന്നെ ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സെൻട്രൽ തിയേറ്റർ. സെൻട്രൽ തിയേറ്റർ എന്ന ഈ ഒരു മൂവി അധികം പേർ കാണാൻ സാധ്യത കുറഞ്ഞ ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ചിത്രത്തിന്റെ ഒരു കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നതുമായൊക്കെ ബന്ധപ്പെട്ട ഒരു ചിത്രമാണിത്. അതായത് ചിത്രത്തിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതും തുടർന്ന് പോലീസ് ആ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഗംഭീരമായ കുറെ അന്വേഷണങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. ഒരു 6 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ പല വീക്ഷണങ്ങളിൽ നടക്കുന്ന ഒരു 4 അധ്യായങ്ങളായിട്ടാണ് ഈ ചിത്രത്തിൽ. അതിഗംഭീരമായ ഒരു മേക്കിംഗ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല. കാരണം ഒരു സീരിയൽ ടൈപ്പിലൊക്കെയാണ് ചിത്രം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം തന്നെ ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രവും തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയി കാണാവുന്നതാണ്. 5.5 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 3ാമത്തെ ചിത്രം എന്ന് നോക്കാം. 2021 തെലുങ്കിൽ ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പവർ പ്ലേ. പവർ പ്ലേ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, നമ്മുടെ ഇതിലെ ഹീറോയിനും പ്രണയിച്ച് വിവാഹം കഴിക്കാനായി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വിവാഹ തലേന്ന് നമ്മുടെ ഹീറോയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഒരു കള്ളനോട്ടിന്റെ അല്ലെങ്കിൽ കുറെ കള്ളനോട്ടിന്റെ ഇടപാടുണ്ടെന്ന് ആരോപിച്ചാണ് നമ്മുടെ ഹീറോയെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ ഹീറോ ആരാണ് ഈ കുറ്റത്തിന്റെ പിന്നിലെ യഥാർത്ഥ ക്രിമിനൽസ്, അല്ലെങ്കിൽ ആരാണ് ഈ കള്ളനോട്ടിന്റെ ഇടപാടുകളുള്ള ആൾക്കാർ, നമ്മുടെ ഹീറോയുടെ അന്വേഷണമാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായ ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ മൂവി ആയിട്ട് തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാമിൽ പോയി കാണാവുന്നതാണ്. 5.7 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 4ാമത്തെ ചിത്രം എന്ന് നോക്കാം. 2018 കന്നഡയിൽ ഒരു ത്രില്ലർ മൂവിയായി ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് MMCH എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ, ബാംഗ്ലൂരിൽ ഒരു കോളേജ് ബേസ് ചെയ്താണ് ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശവശരീരം കിട്ടുകയാണ്. അങ്ങനെ ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി ഇതിലെ പോലീസ് ഓഫീസർ നമ്മുടെ കഥാനായിക ജാൻസി റാണി എത്തുകയാണ്. തുടർന്ന് ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റി കേസിന്റെ അന്വേഷണം നീങ്ങുകയാണ്. അതുവഴി ക്രിമിനൽ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കഥാനായിക. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് MMCH എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി കാണാവുന്നതാണ്. 4.4 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രം എന്ന് നോക്കാം. 2021 മലയാളത്തിൽ തന്നെ ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മടി എന്ന ഈ ഒരു ചിത്രം തികച്ചും ഒരു അണ്ടർറേറ്റഡ് മൂവിയാണെന്ന് തന്നെ പറയാം. കാരണം ഇതൊരു തിയേറ്റർ സക്സസ്ഫുൾ ചിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു ചിത്രം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ OTT-യിലൊക്കെ ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ്. ചിത്രം 5 ഭാഷയിൽ ഇറക്കിയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡ് റേസും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ ഗംഭീരമായ സംഭവങ്ങളും ഒക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. തീർത്തും ഗംഭീരമായ ഒരു മേക്കിംഗ്, മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റൈൽ എന്ന് തന്നെ പറയാം. പ്രഗപാൽ എന്ന ഒരു പുതുമുഖ സംവിധായകനാണ് ചിത്രം എടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു പുതിയൊരു സംവിധായകൻ എന്ന് തോന്നിപ്പിക്കാത്ത വണ്ണം
അതിഗംഭീരമായ ഒരു മേക്കിംഗ് സ്റ്റൈലും അതിന്റെ ഒരു കളർ പാറ്റേണും ഒക്കെ അതിഗംഭീരം തന്നെയായിരുന്നു. മടി എന്ന ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി കാണാവുന്നതാണ്. 6.1 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് മലയാള ഭാഷയിൽ കാണാൻ സാധിക്കുന്ന ഒരു 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. ചിത്രം കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇനി കാണാൻ പോകുന്നവരാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിനെ പറ്റി ഒരു 2 വാക്കിൽ ഒരു ചെറിയൊരു റിവ്യൂ പറയുകയാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഒന്നുമല്ല, ഒരു കുഞ്ഞ് റിവ്യൂ ആണ്. പവി കെയർ ടേക്കർ എന്ന ഒരു ചിത്രത്തിന്റെ സംവിധായകനെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, വിനീത് കുമാറാണ്. അതായത് വിനീത് കുമാറിന്റെ ദേവദൂതനിലെ ആ പാട്ടിൽ അഭിനയിച്ച വിനീത് കുമാറാണ്. വിനീതിന്റെ എനിക്ക് തോന്നുന്നു മുമ്പത്തെ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് അഭിനയിച്ച അയാൾ ഞാനല്ല എന്നൊരു ചിത്രം അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചിത്രമാണ്. അതിനുശേഷവും ഏതോ ഒരു ചിത്രം എടുത്തിരുന്നു. ഇതിപ്പോ അദ്ദേഹത്തിന്റെ 3ാമത്തെ ഒരു ചിത്രമാണ് പവി കെയർ ടേക്കർ എന്ന ഈ ഒരു ചിത്രം. ഒരുപാട് യൂട്യൂബ് റിവ്യൂസിന്റെ ഒക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ് കേട്ടിട്ടാണ് ഈ ഒരു ചിത്രം കാണാൻ പോയത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്രയും നെഗറ്റീവ് പറഞ്ഞ ആ ഒരു നെഗറ്റീവ് ഒന്നും ഞാൻ ചിത്രത്തിൽ കണ്ടില്ല. കാരണം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. ഇപ്പോ ഫസ്റ്റ് ഹാഫ് അത്ര അധികം ഒരു ഗംഭീരമായി എനിക്ക് തോന്നിയില്ല. പക്ഷെ 2ാം പകുതി എടുത്തു കഴിഞ്ഞാൽ വളരെയധികം എൻഗേജിംഗ് ആയിട്ട് തന്നെ കണ്ടിരിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഘടകം മ്യൂസിക് തന്നെയാണ്. വളരെ അതിഗംഭീരമായ പാട്ടുകളും നല്ല സ്കോറിംഗും തന്നെയായിരുന്നു ചിത്രത്തിൻ്റെത്. എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലെ കോമഡികളൊക്കെ അത്യാവശ്യം ചിരിച്ച് ആസ്വദിച്ച് തന്നെ കണ്ടിരിക്കാനായിട്ട് സാധിക്കും. ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അധികമൊന്നും ബോറില്ലാതെ ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്. പഴയ കാലത്തെ ദിലീപിന്റെ സിനിമകൾ പോലെ ആയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ്. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ബിജു മേനോന്റെ ഒക്കെ ചില പടങ്ങളുണ്ടല്ലോ, അതായത് ആർക്കും ഒരു ഉപകാരം ഇല്ലെങ്കിൽ ഉപദ്രവവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തെ ചില ചിത്രങ്ങളുണ്ടല്ലോ, ഒരു സൈഡിൽ അങ്ങനെ അതിന്റെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തങ്ങ് പോവും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് പവി കെയർ ടേക്കർ എന്ന ഒരു ചിത്രം. ഇപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് അത് തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ചിത്രം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരിൽ ബൈ ബൈ.